അപ്പോൾ ഗൈസ്, വെൽക്കം ടു എ ന്യൂ ഗെയിമിംഗ് വീഡിയോ. അപ്പം നമ്മൾ ഇന്ന് ബ്ലോക്സ് ഫ്രൂട്ട്സ് കളിക്കുകയാണ്. ഇത് നേരത്തെ കുറച്ച് കളിച്ചായിരുന്നു. അപ്പം നമുക്ക് പൈററ്റ്സ് ടീം എടുക്കാം. ഫസ്റ്റ് മോഡിലിടാം. ഞാൻ നേരത്തെ വേറെ സ്ഥലത്ത് സ്പോൺ ചെയ്യുന്നത് വേറെ സ്ഥലത്താണ്. പക്ഷേ ഇവിടെ ഞാൻ വന്നാണിപ്പം. ഇപ്പം അറിയാത്തവർക്ക് വൺ പീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗെയിമാണ്. അപ്പോൾ ഈ ഗെയിംസിൽ കുറേ ബ്ലോക്സ് ഫ്രൂട്ട്സും പിന്നെ സ്പോർട്സും എല്ലാം മേടിക്കാം. വേറെ ഐലൻഡ്സിലേക്ക് ട്രാവലിങ് ചെയ്യാം. അപ്പോൾ ഈ ഐലൻഡിൽ വലിയ ഒന്നും ചെയ്യാറില്ല. അതുകൊണ്ട് നമുക്ക് വേറെ ഒരു പോവാം. അപ്പോൾ നമുക്ക് പൈററ്റ് വില്ലേജ് പോയിട്ടുള്ളതാണ്. സ്റ്റാർട്ടർ ഐലൻഡ്സിലാരും ഉണ്ടാവില്ല. അപ്പോൾ ഇതുവരെ പോകാത്തത് വായിക്കാനാണ്. അവിടെ പോകുന്നത്. ഇപ്പോൾ മാഗ്മ വില്ലേജ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അവിടെ കുറേ പേരുണ്ട്. ഏഴ് ലെവൽ 300 ആണ്. ഒറ്റ കിട്ടുമ്പോൾ നമ്മൾ ചാവും. അതുകൊണ്ട് ഏഴ് ഭയങ്കര പവർഫുള്ളായതുകൊണ്ട് നമുക്ക് വേറെ സ്ഥലത്ത് പോകണമെന്നാണ് തോന്നുന്നു. ഇവിടുന്ന് അതേപോലെ ടെലിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ നേരെ ഹോമിലേക്ക് പോവുകയാണ്. ടെലിപ്പോർട്ടിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ച് ടെലിപ്പോർട്ട്. അപ്പോൾ ഞാൻ നേരത്തെ ജംഗിളിലാണ് ഹോം സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ ലെവലപ്പ് ചെയ്യാൻ പറ്റും പെട്ടെന്ന്. ഇത് മങ്കി ലെവൽ 14 ഇപ്പോൾ വേറെ ഒരാൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട്. വളരെ ഹാർവെസ്റ്റ് മൂണ് വന്നിട്ടുണ്ട്. പോയെന്നാവുന്നേ. അത് ഇപ്പം രാത്രിയാണ്. ഇപ്പോൾ മങ്കീസിനെ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലെവലപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് കുറച്ചും കൂടി ആവാൻ വേണ്ടി നമ്മൾ ക്വസ്റ്റ് എടുത്തിട്ട് കൊല്ലണം. മങ്കീസ് എടുക്കാം. ഗൊറില്ലാസ് കുറച്ചും കൂടെ പവർ കൂടെയില്ല. ലെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഇതില്. മങ്കീസിന് അധികം പവറില്ല. ലെവൽ 14 ആണ്. അപ്പോൾ ഓരോ ആൾക്കാരെ കൊല്ലുമ്പോഴും പൈസ കിട്ടും. ഇപ്പം എനിക്ക് ഫ്രൂട്ട്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആകെ കോമ്പാക്റ്റിലെ ക്വിക്ക് ടാക്കിൾ മാത്രമേ ഉള്ളൂ. ഗ്രൗണ്ട് സ്മാഷ് എടുക്കും അടുത്ത ലെവലിൽ. അത് ഫ്രൂട്ട്സ് എല്ലാം മേടിച്ച് ലെവലപ്പ് ചെയ്യുമ്പോൾ കൂടുതൽ പവർ ഇതെല്ലാം കിട്ടും. റോബക്സ് ഉണ്ടെങ്കിൽ മേടിക്കാമായിരുന്നു. പക്ഷേ ഇപ്പോൾ റോബക്സ് ഒന്നും ഇല്ല. റോബക്സ് ആണെങ്കിൽ മേടിക്കാം. പക്ഷേ റിയൽ പൈസ ആണെന്നേ ഉള്ളൂ. ഇപ്പോൾ വേറെ ഒരു മങ്കിയുണ്ട്. ഇപ്പോൾ ലെവലപ്പ് ചെയ്യാൻ പെട്ടെന്ന് പറ്റും. കുറച്ച് മങ്കീനെല്ലാം നിന്ന് ലെവലപ്പ് ചെയ്യാൻ നോക്കട്ടെ. അപ്പോൾ തന്നെ ഞാൻ പോസ് ചെയ്യുക. അപ്പോൾ നമ്മൾ അധികം ആൾക്കാരെ ഒന്നും ചെയ്തില്ല. പക്ഷേ ഇവിടെ ലെവലപ്പ് ആവുന്ന എല്ലാ ലെവലിലും കൂടുതൽ ഇതാണ്. അപ്പം പിന്നെ കൊല്ലുവാണെങ്കിൽ തന്നെ ആവും. പക്ഷേ ഇതിപ്പം ഓരോ ലെവലിനും കൂടുതൽ ഇത് വേണം. XP ഇതല്ല. അതുകൊണ്ട് എപ്പോഴും കൂടുതൽ പാടാവും. ഇപ്പോൾ വേറെ ഒരാളുണ്ട് കൂടുതൽ പവറുള്ള. ഇപ്പം നമ്മൾ വേറെ ഒരു സ്ഥലത്ത് പോകാൻ നോക്കുകയാണ്. അവിടെ ഒരു വില്ലേജ് ഉണ്ട്. അവിടെ പോവാം. ഇപ്പം ബോട്ട് ഡീലർ ഉണ്ടെങ്കിൽ മേടിക്കാം. ഇതിനകത്തൊരു കാര്യമുണ്ട്. 0 റുപ്പിക്ക് ഒരു ബോട്ട് കിട്ടും. അവിടെ ബോട്ട് ഡീലറിൻ്റെ കയ്യിൽ ഡൈനിങ് ഫ്രീയാണ്. പക്ഷെ അതിന് പൈസ സ്പീഡ് കുറവാണ്. എന്നാലും മറ്റേതിന് വേറെ ഒരു ബോട്ട് ഡീലറിന് 150 രൂപയ്ക്ക് ഉണ്ടായിരുന്നു. അതിപ്പോൾ സെയിലില്ല. ഇപ്പോൾ നമുക്ക് ഡൈനി മേടിച്ചിട്ട് മിഡിൽ ടൗണിലേക്ക് പോകുന്നുണ്ട്. നമുക്ക് വേറെ ഒരു ടൗണിൽ പോവാം. പക്ഷെ അതിന് എളുപ്പത്തിന് വേണ്ടി ആദ്യം മിഡിൽ ടൗണിൽ പോയിട്ട് ടെലിപ്പോർട്ട് ചെയ്യാം. ഇവിടെ മിഡിൽ ടൗണിന് സ്ക്രീനിൽ കാണിക്കും. ഇവിടെ ഹാർവെസ്റ്റ് 3 വരുവാണെങ്കിൽ ട്രിക്ക് ഓർ ട്രീറ്റ് എടുക്കാം. അപ്പോൾ ക്യാൻഡി കോൺസ് എല്ലാം കിട്ടും. ഇത് ഫൈറ്റിംഗ് അരീനയാണ്. പക്ഷെ നമ്മുടെ വാണ്ടഡ് പോസ്റ്റർ ഒന്നും ഇല്ല. മരീൻസ് ആയിട്ടും ഇതെന്താണ്? ഇപ്പോൾ ഹാർവെസ്റ്റ് ഒന്നുമില്ല. അവിടെ കുറേ വാണ്ടഡ് പോസ്റ്റേഴ്സ് എല്ലാം കാണാം. ഇവിടെ എന്തോ ഒരു വിച്ചുണ്ട്. നമുക്ക് പോയിട്ട് ചെയ്യിക്കാം. എന്തേലും ഡയറക്റ്റായിട്ട്
A fellow troublemaker looking to mix up some probable potion. ഇത് പോഷൻ ഉണ്ടാക്കുന്ന ആളാണ്, പക്ഷെ അതിന് ഫിഷും മെറ്റീരിയൽ എല്ലാം വേണം, അതുകൊണ്ട് പണിയാണ്. പിന്നെ നോക്കാം, നെവർമൈൻഡ് വിളിച്ചിട്ട് പോവാം. ഹാലോവിൻ ഗാച്ച ഡീലർ, അതെന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് പോവാം. പൈററ്റ് വില്ലേജിൽ നമ്മുടെ സ്ഥലം പൈററ്റ് വില്ലേജ്, പൈററ്റ്സിൻ്റെ വില്ലേജാണ്. ആരും ഇല്ലേ ഈ സെർവറിൽ? ആരെല്ലാം ഉണ്ടെന്ന് നോക്കാം. കുറച്ച് പേരേ ഉള്ളൂ, നോക്കാം. ഇത് ഇയാൾ 55 ആണ്, ബോസാണ്. അപ്പം നമുക്ക് കുറച്ച് പണിയാണ്. ക്വസ്റ്റ് പൈററ്റ് അഡ്വഞ്ചർ സെറ്റ് ഹോം പോയിന്റ് അക്സെപ്റ്റ്. ഇപ്പോൾ നമ്മൾ ഹോം പോയിന്റ് ഇവിടെ സെറ്റ് ചെയ്തു. ഷോപ്പിൽ എന്തേലും, ഷോപ്പല്ല, ഇത് വേണം, വെപ്പൺ ഡീലറിനെ കാണണം, അപ്പോഴാണ് നല്ലത്. അപ്പോൾ ഇയാളെയും കൊല്ലാണ്. ലെവൽ 35 ആണ്, നമ്മളിപ്പോൾ ചാവും, ഹെൽത്ത് അധികമില്ല. അപ്പോൾ അയാളെ വെറുതെ വിട്ടിട്ട് നമുക്ക് വെപ്പൺ ഡീലറിനെ കണ്ടുപിടിക്കാൻ പോവാം. അയ്യോ, 55ൻ്റെ ബോസ് ആണ്, നമ്മളിപ്പോൾ ചാവുക. സോഡ് ഡീലർ ഓഫ് ദ വെസ്റ്റ്. ഇപ്പോൾ വെസ്റ്റിലെ സോഡ് ഡീലർ ആണ് അയൺ മൈസ. 25,000 രൂപയാണ്, അത് കിട്ടില്ല. നമുക്ക് സോഡ് ഡീലറിൻ്റെ പോയിട്ട് ഡുവൽ കട്ടാൻ എടുക്കാം. ഇതിന് 12,000 രൂപയാണ്. ഇത് എല്ലാത്തിനും ഭയങ്കര പൈസയാണ്. എന്താണ് 45ൻ്റെ ഒരു ബോസ് ഉണ്ട്. അപ്പോൾ അത് ഫൗണ്ടൈൻ സിറ്റിയാണ്. അത് കുറച്ച് ഇവിടെ വേറെ ഒരാളുടെ ഷിപ്പുണ്ട്, അത് എൻ്റെ തന്നെയാണോ എന്നറിയില്ല. പക്ഷേ ഈ സിറ്റിയിൽ ആരുമില്ല, വേറെ ആരെങ്കിലും ഉള്ള സിറ്റിയിലാണ് പോകേണ്ടത്. ഫസ്റ്റ് ലെവലിൻ്റെ സിറ്റിയിലൊന്നും ആരും കാണില്ല, അവിടെ ഭയങ്കര കഷ്ടമാണ്. നമുക്ക് ഈ ബോട്ട് എന്തായാലും എടുത്തിട്ട് അവിടെ ഒരു സിറ്റി കാണുന്നില്ലേ, അവിടെ പോവാം. ഇപ്പോൾ രാത്രി കഴിയാറായി. ഇപ്പോൾ ബോട്ട്, ഈ കളിയിൽ നമുക്ക് ഡ്രോൺ ആവാനൊന്നും പറ്റില്ല. അവിടെ ഒരു ഫോർട്രസ് കാണുന്നുണ്ട്, അത് മറൈൻസ് ഫോർട്രസ് ആണെന്നാണ് തോന്നുന്നത്. ഇങ്ങോട്ട് പോവാം. ഇതെന്താണ് താത്തേ? അപ്പോൾ ഗൈസ്, നമ്മൾ രാവിലെ ആയി, കുറേ ട്രാവൽ ചെയ്തിട്ട് മറൈൻസ് ഫോർട്രസ്സിലെത്താറായി. ഇതിങ്ങനെ ഒരു കർവുണ്ട്, അതെനിക്കിഷ്ടമാണ്. ഇത് മറൈൻസ് ഫോർട്രസ്സിന് മുകളിൽ നിന്ന് നമുക്ക് ചാടിപ്പോണം. അവിടെ വരെ വളയ്ക്കാൻ കുറച്ച് പണിയാണ്. അവിടെ ഒരു വലിയ ഫോർട്രസ്സാണ്. അവിടെ നമുക്ക് ഇവിടെ വാണ്ടഡ് പോസ്റ്റേഴ്സ് ഉണ്ട്, പക്ഷെ നമ്മളെ കാണില്ല, നമ്മളാണ് കളിക്കുന്നുള്ളതുകൊണ്ട് ഇവിടെ ചാടിപ്പോയിട്ട് സെറ്റ് ഹോം പോയിൻ്റ് ചെയ്യാൻ പറ്റില്ല. കുറച്ച് ചെസ്റ്റെല്ലാം എടുക്കണം. വേറെ എന്താ ഉള്ളത്? ഇതെല്ലാവരും അറ്റാക്ക് ചെയ്യുന്നത് ലെവൽ 130. എനിക്കൊന്നും ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല, ഞാൻ 14 എത്തിയുള്ളൂ. നമുക്ക് മുകളിലോട്ട് പോകാൻ പറ്റില്ലേ? ഭയങ്കര ബൊക്കാണ്. മുകളിലേക്ക് ഈ വഴി പോകാൻ പറ്റുന്നതാണ്. മറൈൻ ക്വസ്റ്റ് നെവർമൈൻഡ് അടിക്കുക. ഇവർക്ക് എല്ലാവർക്കും പവറാണ്. നമുക്ക് ഫോർട്രസിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റും ഈ വഴി, പക്ഷെ ആരുമില്ല. ഈ വഴി മുകളിൽ കയറാം. ഇവിടെ ക്യാനനുണ്ട്, നമുക്ക് കയറി ഷൂട്ട് ചെയ്യാവോ? പറ്റില്ലേ, ഇതിലേക്കൂടെ പോകാൻ പറ്റും.
മോളിൽ പോകാൻ പറ്റുമോ നോക്കാം. ഇല്ല, പറ്റില്ല. അവിടുന്ന് നേരെ അപ്പം ഈ സ്ഥലത്തും ഭയങ്കര ഓവർ പവർഡാണ്. ഈ ജംഗിളിൽ ഗൊറില്ലാസും ഗൊറില്ല കിങ്ങും ഉണ്ട്. ഗൊറില്ല കിങ്ങിന് ഭയങ്കര പവറാണ്. ഇപ്പോൾ നമുക്ക് 6000 രൂപയാണ്. ലക്ഷറി ബോട്ട് ഡീലറിൻ്റെ ബോട്ടിനെല്ലാം എല്ലാത്തിനും ഭയങ്കര പൈസയാണ്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കാൻ മറ്റേ ഷോപ്പിൽ പോവാം. സ്ലൂപ്പ് മേടിക്കാം 150-ന്. ഇത് കുറേയും കൂടെ സ്പീഡുണ്ട്. ഇത് അഡ്വാൻസ്ഡ് സ്ലൂപ്പാണ് തോന്നുന്നത്. ഇപ്പോൾ സ്ലൂപ്പ് അപ്ഡേറ്റ് ആയി. നേരത്തെ ഈ ജപ്പനീസിൽ എഴുതിയ ഡിസൈനും ഇതൊന്നും ഇല്ലായിരുന്നു, ചെറുതായിരുന്നു. ഇത് നമുക്ക് ഷൂട്ട് ചെയ്യാനും ക്യാനൺ അടിക്കാനെല്ലാം പറ്റും. പക്ഷെ വേറെ ഒരാളുമാണ്. നല്ല സ്പീഡുണ്ട്. മറ്റേതിനെക്കാളും കുറേയും കൂടെ സ്പീഡുണ്ട്. അപ്പം നമ്മൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വേറെ ഒരു സ്ഥലത്ത് നോക്കുകയാണ്. അത് ഒന്ന് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഇതിനകത്തുനിന്ന് വെറുതെ ടച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ബോട്ടിൽ നിന്ന് ക്യാനൺ വിടാം. ഇപ്പോൾ കണ്ട ഒരു ഉണ്ട പോലത്തെ പോയത്. അപ്പോൾ അറ്റാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പോകുന്നത് സ്കൈലാൻഡ്സ് അങ്ങനത്തെ ഏതൊരു സ്ഥലത്താണ്. മുകളിലോട്ട് കയറാൻ പറ്റുമെന്നറിയില്ല. എന്തായാലും ഒരു സ്ഥലമാണ്. മുകളിൽ ബിൽഡിങ്സ് എല്ലാം ഉണ്ട്. അപ്പം നമ്മൾ ആ സ്ഥലത്തെത്തി. ക്ലൗഡിൻ്റെ ഉള്ളിൽ കൂടെ എല്ലാം ബോട്ട് കയറ്റാവാം. ഇവിടെ ചെസ്റ്റ് ഉണ്ടായിരുന്നു, കാണുന്നില്ല. ആ, കിട്ടി. അപ്പോൾ ഇതിന് മുകളിലോട്ട് എങ്ങനെ കയറിപ്പോകുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും നല്ല പണിയാണെന്നറിയും. ഓ, ഇതിൻ്റെ മുകളിൽ കൂടെ കയറാൻ പറ്റും. ഞാൻ വിചാരിച്ചു ഇത് നടക്കാൻ പറ്റാത്ത ഇതാണ്. അപ്പോൾ ഇതിലേക്കൂടെ വെയിക്കൂടെ കയറിപ്പോവാം. അപ്പോൾ ഇവിടെ ആൾക്കാരുണ്ട്. ലെവൽ 150-യാണ്. അയ്യോ, എന്താണ് ഒറ്റ ഇടിയിൽ നമ്മൾ ചത്ത്. എന്താ സ്കൈ ബാൻഡാണ്. ഇതേത് സ്ഥലം? ഇത് നമ്മൾ ആകാശത്താണ്. ഇത് ആ സ്ഥലത്ത് ഷോപ്പിലെന്തോ ഉള്ളതെന്ന് നോക്കാം. മാസ്റ്റർ സോൾ ഡീലർ ബ്ലേഡ്. ഓ, 400,000 സേനോ എല്ലാത്തിനും 1,00,000. എന്താണ് പൈസയാണ്. നമുക്ക് അതിൻ്റെ മുകളിലത്തെ ഇതിൽ പോകാൻ നോക്കാം. അല്ല, ഇത് നമ്മൾ ഏറ്റവും ടോപ്പിലാണെന്നാണ് തോന്നുന്നത്. ഇതിലേക്കൂടെ പോയാൽ കുറച്ചും കൂടെ മുകളിലെത്താൻ പറ്റുന്നതാണ്. അങ്ങനെ മുകളിലൊന്നും ഇല്ല. നമ്മളപ്പം ഏറ്റവും ടോപ്പിലാണ് സ്പോൺ ചെയ്തത്. താഴോട്ടിറങ്ങി ചാടാൻ പറ്റുമോ നോക്കാം. താഴെ ഇതുണ്ട്. അയ്യോ, റീകണക്റ്റ് വേണ്ട, 1 മിനിറ്റ്. ഇപ്പം പിന്നെ റീലോഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പേര് സ്കൈലാൻഡ്സ് എന്നാണ്. വേറെ മോളത്തെ സംഭവം ഒന്നുമില്ല. ഗോൾഡൻ ചെസ്റ്റ് ഉണ്ട്. അത് ഇതുവരെ കണ്ടിട്ടില്ല. ഇവിടുത്തെ വീടെല്ലാം ഭയങ്കര എൽഫിൻ്റെ എല്ലാം പോലെയുണ്ട്. ഇത് കൂടുതൽ പൈസ കിട്ടും. ഇതിൻ്റെ മുകളിൽ കയറ്റിയാണ് ഇത് ചെസ്റ്റ് എല്ലാം വെക്കുന്നത്. എന്തായാലും ഈ വീഡിയോ കുറച്ചധികം ലോങ് ആവുകയാണ്. അപ്പം ബൈ. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്കും വീഡിയോ ലൈക്കും ചെയ്യണം. അപ്പം ശരി, ബൈ.